10-ാമതേപ്പിന്റെ പിറ്റേ ദിവസം, അതായത് ഏപ്രിൽ 24-ാം തീയതി, അന്നാണ് എൻ്റെ പ്രസാദേട്ടന്റെ ജന്മദിനം. അപ്പൊ ആ ജന്മദിനത്തിന് ഞാനും പ്രസാദേട്ടനും കൂടെ കുറച്ച് ക്ഷേത്ര ദർശനവും അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ആയിട്ടായിരുന്നു അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടിയത്. അപ്പൊ രാവിലെ തന്നെ നിർമ്മാല്യ ദർശനത്തിന് ഞാനും ചേട്ടനും കൂടെ മരുത്തോർവട്ടം ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലാണ് ആദ്യം പോയത്. ഞാൻ പ്രസാദിന് വാങ്ങിച്ചു കൊടുത്ത ഷർട്ടാട്ടോ. ഞാനും പ്രസാദേട്ടനും പ്രണയത്തിലായതിനു ശേഷമുള്ള ഓരോ ബർത്ത്ഡേക്കും എനിക്ക് നിർബന്ധമാണ് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്ന ഷർട്ട് തന്നെ ഇടണമെന്ന്. അത് പ്രസാദിന് അതിനു മുന്നേ ഭയങ്കര ലളിതമായിട്ടുള്ള വസ്ത്രവും കളർഫുൾ ആയിട്ടുള്ള ഷർട്ടൊന്നും ഇടത്തില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ പയ്യെ കുറച്ച് കളർഫുൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന കൂട്ടത്തിലൊക്കെ ആക്കി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തൊഴുതും. ധന്വന്തരി മൂർത്തിനെ തൊഴുതു കഴിഞ്ഞാൽ ധന്വന്തരി ഭദ്രനെയും കൂടെ തൊഴണം. അപ്പുറത്തെ ഒരു കുഞ്ഞമ്പലമുണ്ട്, അവിടെയും കൂടെ തൊഴുതിട്ട് പിന്നെ ഞങ്ങൾ അടുത്തത് ചേർത്തല കാർത്യായനി ദേവീനെ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ പ്രസാദിന്റെ വയറ് കുറക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉള്ള കഥാപ്രസംഗമാണ് ഇപ്പൊ കണ്ടത്. അങ്ങനെ ഞങ്ങള് ചേർത്തല കാർത്യായനി ക്ഷേത്രത്തിലെത്തി. എനിക്ക് അറിയില്ല, എനിക്ക് ഈ ക്ഷേത്രത്തിലെത്തുമ്പോ ഒരു പെൺകുട്ടി എന്ന നിലയിൽ എനിക്കറിയില്ല, എന്തോ ഒരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റി എന്തൊക്കെയോ ഉള്ളൊരു അമ്പലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ട് കയറി എല്ലാ അമ്പലത്തിലും നമുക്ക് തൊഴുത് കഴിയുമ്പോൾ ഒരു സുഖം കിട്ടുമെങ്കിലും ചേർത്തല കാർത്യായനിയുടെ അടുത്ത് എൻ്റെ മനസ്സ് കുറച്ച് കൂടുതൽ കണക്ട് ആയിട്ടുള്ള ഒരു ഫീലാണ്. എനിക്ക് എന്തുണ്ടെങ്കിലും അവിടെ പോയി തൊഴുത് കഴിയുമ്പോൾ ഞാൻ ഭയങ്കര റിഫ്രഷ് ആവുന്ന ഒരു ഫീലാണ്, മനസ്സിനൊരു തണുപ്പ് കിട്ടുന്ന ഒരു ഫീലാണ്. അപ്പൊ ഞങ്ങള് തൊഴതിന് മുന്നേ ദേവിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം പട്ടും പൂവാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ അവിടെ കൊടുക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ദേവിക്ക് ഒരു പട്ടും മുല്ലപ്പൂവും ഒക്കെ കൊടുക്കണം. എനിക്ക് ഭയങ്കര അങ്ങനത്തെ ഒരു കണക്ഷനാണ് ദേവീനെ ഫീൽ ചെയ്യുന്നത്. ഒരു പെൺകുട്ടിക്ക് ഏറ്റവും കംഫർട്ട് സോൺ പോലെ ഒരു ക്ഷേത്രം. അവിടെ തൊഴുതിങ്ങനെ ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ മനസ്സ് തണുത്ത് അവിടുത്തെ അതായത് കുറെ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. ഒരു അത്യാവശ്യം വലിയൊരു ഗ്രൗണ്ടിലാണ്. അപ്പോൾ തൊഴുത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുമ്പോൾ വല്ലാത്ത, അത് പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരം, രാവിലെ ഒരു പ്രത്യേക തണുപ്പും വൈകുന്നേരവും അതൊരു ഫീലാണ്. അവിടെ വൈകുന്നേരം കുറെ അപ്പൂപ്പന്മാരൊക്കെ വെറുതെ വന്ന് പറമ്പിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നൊക്കെ കാണാറുണ്ട്. ഐ തിങ്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടെന്ന് തോന്നുന്നു. അത് ഞങ്ങൾ ഏതമ്പലത്തിൽ പോയാലും തൊഴുത് കഴിയുമ്പോൾ അവിടെ കൈപിടിച്ച് ഇങ്ങനെ നടക്കാറുണ്ട്. അങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രസാദേട്ടന് ഒരു കുറച്ച് പിറന്നാൾ ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഞങ്ങള് തിരിച്ചിങ്ങോട്ട് പോകുന്നു. ഞാൻ ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് പോകുന്നു. ചേട്ടന് വേറെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ മനോഹരമായിട്ട് ആ പിറന്നാള് കൊണ്ടാടി.